പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രികോണത്തിൻ്റെ പരപ്പളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഒരു ത്രികോണം തന്നാൽ അതിൻ്റെ തുല്യ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കുന്നത്, ഒരു ചതുർഭുജം തന്നാൽ അതിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ചതുർഭുജം വരയ്ക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ, അതേപോലെ ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ ആ തന്നിട്ടുള്ള മെഷർമെൻറ്റിൽ ആ ട്രയാങ്കിൾ വരച്ച് അതേ ഏരിയ വരുന്ന മറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കുന്നത്, ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഈക്വൽ ഏരിയയുള്ള മറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കുന്നത് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ, ടെക്സ്റ്റിലുള്ളതും അല്ലാത്തതുമായ കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഓക്കെ, ഓരോരോ ക്വസ്റ്റ്യനുകളായിട്ട് ഞാൻ പറയാം. ആ ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ തന്നു. റെക്റ്റാങ്കിൾ ഈ റെക്റ്റാങ്കിളിന്റെ പരപ്പളവ്, ഇതിന്റെ ഏരിയ 100 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നത്. ഇതിന്റെ പരപ്പളവ്, ഇതിന്റെ ഏരിയ 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ്, ഇതിലൂടെ ഒരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു, പി എന്ന് പറഞ്ഞൊരു പോയിന്റ് കേട്ടോ. പി എന്ന് പറഞ്ഞ പോയിന്റ്, ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് രണ്ട് വരകൾ വെച്ചുണ്ടാക്കിയിട്ട് ഒരു ത്രികോണം കൂടി, ഒരു ട്രയാങ്കിളും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. പി ബി കൂടി ജോയിൻ ചെയ്താൽ ക്വസ്റ്റ്യൻ. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ചതുരത്തിന്റെ, ഈ റെക്ടാങ്കിളിന്റെ പരപ്പളവ് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഈ ത്രികോണം എ പി ബിയുടെ പരപ്പളവ്, അതിന്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ 2 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ചതുരത്തിന്റെ പരപ്പളവ് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചതുരത്തിന്റെ നീളം ഒരു പാദമായിട്ടും ഇതിന്റെ എതിർ പുറത്ത് കാണുന്ന ഈ ഓപ്പോസിറ്റ് ഇതിൽ ഇവിടെ വരുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ത്രികോണം വരച്ച ആ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ്. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും നിങ്ങൾ പറയുക, എത്രയായിരിക്കും അതിന്റെ പരപ്പളവ് എന്നുള്ളത്? നമുക്കറിയാം, ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? ഹാഫ് ബി എച്ച് ആണ് ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം അല്ലെ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇതാണ്, ഈ നീളം ആണോ. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയരമാണോ. ഈ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതുരത്തിന്റെ എന്തിനാണ്? വീതിയുടെ വരിക. അപ്പൊ ഈ നീളവും ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടും കൂടി കുളിച്ചിട്ട് നേരെ പകുതിയാക്കിയാൽ എന്ത് കിട്ടും? ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇത് ബി ആയിട്ട് എടുക്കാം, ഇത് എച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് ഹാഫ് ബി എച്ച് ആണ്. ശരിയല്ലേ? ഈ ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണാം? ചതുരത്തിന്റെ പരപ്പളവ്, റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് ബി ഇൻറ്റു എച്ച് ആണ് വരിക. ശരിയല്ലേ? ഇത് ലെങ്ത് ആണ് ബി, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബ്രെഡ്ത്ത് ആണ് അല്ലെ. അപ്പൊ ബി ഇൻറ്റു എച്ച്. ഇത് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 100 ആണ്, ഇത് 100 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ ചതുരത്തിന്റെ പരപ്പളവ് 100 ആണ്. അതായത് ബിയും എച്ചും കൂടി കുടിച്ചാൽ എന്താ കിട്ടുക? 100 ആണ് കിട്ടുക. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് ഈ ബി എച്ചിന്റെ പകുതി അല്ലേ, ഹാഫ് ബി എച്ച് അല്ലേ ആണ്. അപ്പൊ എന്തായിരിക്കും ത്രികോണത്തിന്റെ പരപ്പളവ് വരിക? ഈ ചതുരത്തിന്റെ പരപ്പളവിന്റെ ഇത് വരും നേരെ പകുതി ആയിരിക്കും വരിക. ബി എച്ച് എന്ന് പറഞ്ഞാൽ 100 ആയതുകൊണ്ട് ഇതിന്റെ പരപ്പളവ് ഹാഫ് ഇൻറ്റു 100, അതായത് 100ന്റെ പകുതി എത്ര വരും? 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ പരപ്പളവ് വരിക. മറക്കരുത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ചതുരുണ്ട്, അങ്ങനെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ഈ റെക്ടാങ്കിളിന്റെ ഒരു വശം, ഒരു സൈഡ് ബേസ് ആയിട്ടും പാദമായിട്ടും കേട്ടോ, ഇതിന്റെ അങ്ങനെയുള്ള ഒരു ത്രികോണം, ഇങ്ങനെ ത്രികോണം ഇതിൽ വരച്ചു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? ഈ ചതുരത്തിന്റെ പരപ്പളവിന്റെ നേരെ പകുതി ആയിരിക്കും എന്ത് വരിക? ഈ ത്രികോണത്തിന്റെ പരപ്പളവ് വരിക. ഈ റെക്ടാങ്കിളിന്റെ ഏരിയയുടെ നേരെ ഹാഫ് ആയിരിക്കും എന്തിന്റെ ഏരിയ വരിക? ഈ ട്രയാങ്കിളിന്റെ ഏരിയ വരിക. പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ. അപ്പോ ഈ ഇതിന്റെ ഏരിയ, ഈ ചതുരത്തിന്റെ ഏരിയ 50 ആണെങ്കിൽ ഈ ത്രികോണത്തിന്റെ ഏരിയ എത്ര വരും? അതിന്റെ പകുതി 25 വരും. ഇതിന്റെ ഏരിയ 100 ആണെങ്കിൽ അതിന്റെ പകുതി എന്ത് വരും? ഈ ത്രികോണത്തിന്റെ ഏരിയ. ഈ ത്രികോണത്തിന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ചതുരത്തിന്റെ ഏരിയ കണ്ടൂടെ? ത്രികോണത്തിന്റെ പരപ്പളവിന്റെ ഇരട്ടി ആയിരിക്കും എന്ത് വരും? ചതുരത്തിന്റെ ഏരിയ. ത്രികോണത്തിന്റെ പരപ്പളവ് 25 ആണെന്നുണ്ടെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? ഈ 25 ഇരട്ടി 50 ആയിരിക്കും. ത്രികോണത്തിന്റെ പരപ്പളവ്, ട്രയാങ്കിളിന്റെ ഏരിയ 30 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഈ റെക്ടാങ്കിളിന്റെ പരപ്പളവ് 2 ഇൻറ്റു 30 എത്രയായിരിക്കും? 60 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോ ഏരിയ എന്ന് പറഞ്ഞ ഭാഗത്തിന്റെ ഈ ഒരു കൺസെപ്റ്റ് ഓർത്തു വെക്കുക. ഒരു നമ്മൾ വരയ്ക്കണം എന്താണ്? ഒരു ചതുരാണ്, ഒരു റെക്ടാങ്കിൾ ആണ്. ആ റെക്ടാങ്കിളും അത് ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ
അത് പകുതിയും ഇരട്ടി, ഹാഫും ഡബിളും ആയിട്ട് വരുന്നത് അതിന്റെ ഏരിയ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ബോർഡിലേക്ക് നോക്കൂ. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ചിത്രത്തില് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ചിത്രം കണ്ടു കേട്ടാൽ മനസ്സിലാവണം. ഈ ABCD എന്ന് പറഞ്ഞ സംഭവം ഒരു ചതുരമാണ്, ഒരു റെക്ടാങ്കിൾ. ഈ AC എന്ന് പറഞ്ഞത് എന്താണ്? ഈ ചതുരത്തിന്റെ ABCD എന്ന് പറഞ്ഞ ചതുരത്തിന്റെ ഒരു വികർമാണ്, ഒരു ഡയഗണലാണ് ആണല്ലോ. ഇത് നോക്കുക, ഈ AC എന്ന് പറഞ്ഞ ഈ ലൈനും PQ എന്ന് പറഞ്ഞ ഈ രണ്ട് ലൈൻസും പാരലലാണ്, സമാന്തരമാണ്. ഈ ലൈനും എന്താണ്? സമാന്തരമാണ്. അപ്പൊ തന്നിട്ടുള്ളത് ABCD ഒരു ചതുരമാണ്, റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. AC-യും PQ എന്താണ്? സമാന്തരം ആണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്ത് തന്നിട്ടുണ്ട്? ഇതിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ നീളം 8 സെന്റിമീറ്റർ ആണ്. ഇത്രയും ആണ് ഈ ഫിഗറിൽ തന്നിട്ടുള്ളത്. ഇതിവിടെ ലംബമാണ് കേട്ടോ, ഇതിങ്ങനെ ലംബമാണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇതിവിടെ ലംബമാണ് എന്ന് തന്നതുകൊണ്ട് APQC എന്ന് പറഞ്ഞ ഈ സാധനം എന്തിനാണ്? ചതുരായിരിക്കും, ശരിയല്ലേ? ഈ APQC എന്ന് പറഞ്ഞ ഇത് ഒന്നാണ്, ഒരു റെക്ടാങ്കിൾ ആണ്, ഒരു ചതുരമാണ് ആണല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഈ ചിത്രം. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ത്രികോണത്തിലെ ABC എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC? ABC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? ഓക്കെ ആണല്ലോ? എങ്ങനെയാണ് ആ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാം? നമുക്കറിയാം. നോക്കൂ, ഈ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് 8 ആണ്, ലെങ്ത് 8 ആണ്. ബ്രെഡ്ത്ത് എന്താണ്? 6 ആണെങ്കിൽ ഇത് എന്ത് വരും? 6 വരും. ഇത് 8 ആണെങ്കിൽ ഇത് എന്ത് വരും? 8 വരും. അറിയാം നമുക്ക്. ഇനി ഈ ചതുരത്തിന്റെ മൊത്തം പരപ്പളവ് എന്തായിരിക്കും വരിക? ഈ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിന്റെ നീളം ഇൻറ്റു വീതിയാണ്, ശരിയല്ലേ? ഇതിന്റെ നീളം എത്രയാണ്? ലെങ്ത് എത്രയാണ്? 8 ആണ്. വീതി എത്രയാണ്? ബ്രെഡ്ത്ത് എത്രയാണ്? 6 ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ചതുരത്തിന്റെ പരപ്പളവ് എന്താ വരിക? ചതുരത്തിന്റെ പരപ്പളവ് സമം എന്താ വരിക? 8 ഇൻറ്റു 6 അല്ലെ? 8 ഇൻറ്റു 6 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്തിന്റെ പരപ്പളവ് വരിക? ABCD എന്ന് പറഞ്ഞ ചതുരത്തിന്റെ പരപ്പളവ് വരിക. അതിന്റെ ഏരിയ എന്തായിരിക്കും? 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആണല്ലോ. ഇനി നോക്കാം, അതിനെ ഇങ്ങനെ ഒരു വികരണം വരച്ചു കഴിഞ്ഞാൽ ഈ വികരണം എന്ത് ചെയ്യാണ്? ഈ ചതുരത്തിൽ കറക്റ്റ് 2 പകുതിയാക്കാണ് അല്ലെ? 2 പകുതിയാക്കുമ്പോൾ ഈ ത്രികോണത്തിന്റെ പരപ്പളവും ഈ ത്രികോണത്തിന്റെ പരപ്പളവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ആകെയുള്ള ചതുരത്തിന്റെ പരപ്പളവിന്റെ നേരെ പകുതിയായിരിക്കും ഇതിന്റെ പരപ്പളവ്, അതേപോലെ പകുതിയായിരിക്കും ഇതിന്റെ പരപ്പളവ് വരിക. അപ്പോ ചതുരത്തിന്റെ പരപ്പളവ് 48 ആയതുകൊണ്ട് ഇതിന്റെ മാത്രം പരപ്പളവ് എത്ര വരും? ഇതിന്റെ മാത്രം പരപ്പളവ് അതിന്റെ പകുതി 24 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ടാവും, ശരിയല്ലേ? ഇതും എത്ര ഉണ്ടാവും? 24 സെന്റിമീറ്റർ സ്ക്വയർ വരും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ABC എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? അത് എത്രയാണ്? 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. കിട്ടിയല്ലോ? എങ്ങനെ കിട്ടി മനസ്സിലായല്ലോ? ചതുരത്തിന്റെ പരപ്പളവ് കണ്ടു, അതിനെ നേരെ എന്താക്കി? പകുതിയാക്കിയതാണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. ഓക്കെ ആണല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? APQC എന്ന് പറയുന്ന ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? അടുത്ത ക്വസ്റ്റ്യൻ. APQC എന്ന് പറയുന്ന ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? മനസ്സിലായല്ലോ? ആ ചതുരത്തിന്റെ പരപ്പളവ് കാണാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് മാത്രം ആലോചിച്ചാൽ മതി, ഈ ഒരു ചതുരം മാത്രം ഉണ്ടാവും. ആ ചതുരത്തിൽ ഇങ്ങനെ ഒരു ത്രികോണം വെച്ചിരിക്കുകയാണ്. ആ ത്രികോണത്തിന്റെ പരപ്പളവ് 24 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചതുരമുണ്ട്. ഈ ചതുരത്തിൽ ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ ഇരട്ടിയായിരിക്കും ചതുരത്തിന്റെ പരപ്പളവ്, ശരിയല്ലേ? ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഡബിൾ ആയിരിക്കും റെക്ടാങ്കിളിന്റെ ഏരിയ. അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതി ആയിരിക്കും എന്ത്? ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. ഇങ്ങനെയാണല്ലോ. അങ്ങനെ ആവുമ്പോ ഇവിടെ നോക്കാം, ഈ ചതുരത്തിൽ നമ്മൾ ഇങ്ങനെ ത്രികോണം വരച്ചു. ആ ത്രികോണത്തിന്റെ പരപ്പളവ് 24 ആണെങ്കിൽ APQC എന്ന് പറയുന്ന ഈ ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും വരിക? ഈ 24ന്റെ ഇരട്ടിയായ 48, അതായത് 24ന്റെ ഡബിൾ ആയ 48 ആണ് എന്ത് വരിക? ഇതിന്റെ പരപ്പളവ് വരിക, ശരിയല്ലേ? അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ അതായത് നമുക്ക് 2 ഇൻറ്റു എന്തിന്റെ പരപ്പളവാണ്? ഈ ത്രികോണത്തിന്റെ പരപ്പളവ് 2 ഇൻറ്റു 24 എത്ര ഉണ്ടാവും? 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരിക ഈ ചതുരത്തിന്റെ. അപ്പൊ ഈ ചതുരത്തിന്റെ പരപ്പളവും ഈ കാണുന്ന ചതുരത്തിന്റെ പരപ്പളവും എന്താണ്? തുല്യമാണ് എന്ന് കിട്ടി, ശരിയല്ലേ? ഇനി മൂന്നാമതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായത് ഈ AP എന്ന് പറയുന്നതാണ്. ഇതിന്റെ നീളം കണ്ടുപിടിക്കും. ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായത് 2 മാർക്ക്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ AP എന്ന് പറഞ്ഞ ഇതിന്റെ നീളം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AP? മനസ്സിലായോ? എങ്ങനെയാണ് ഈ APയുടെ ലെങ്ത് കണ്ടുപിടിക്കുക? APയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് അറിയാത്ര കിട്ടി 48 കിട്ടി, ശരിയല്ലേ? ഈ പരപ്പളവ് കാണാൻ ഈ നീളം കണ്ടോ? ഈ AC-ന്റെ നീളമാണ് ഈ രണ്ടാമത്തെ ചതുരത്തിന്റെ നീളം. ഇത് അതിന്റെ വീതിയാണ്.
ഈ നീളം എത്ര ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കും. നീളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വീതി കാണാൻ പറ്റും. ഈ നീളം കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗം. ഇതാ ഈ ഒരു ത്രികോണം പരിഗണിച്ചു നോക്കുക. ഇതൊരു മട്ട ത്രികോണല്ലേ, ഇതൊരു മട്ട ത്രികോണല്ലേ. ഈ മട്ട ത്രികോണത്തില് അതിന്റെ പാദത്തിന്റെ നീളം ബേസ് 8 ആണ്. ലംബമായി ഇതിന്റെ നീളം എത്രയാണ്? 6 ആണ്. അപ്പോ ഈ കർണത്തിന്റെ നീളം നമുക്ക് കണ്ടുപിടിച്ചൂടെ? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഈ കർണത്തിന്റെ നീളം കണ്ടുപിടിക്കാം. എത്ര ഉണ്ടാവുക കർണത്തിന്റെ നീളം? എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? എ സിയുടെ സ്ക്വയർ കർണല്ലേ, ഇതിന്റെ സ്ക്വയർ സമം എന്താ വരിക? എ ബിന്റെ സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അതായത് ബേസിന്റെ സ്ക്വയറും ഈ ഹൈറ്റിന്റെ സ്ക്വയർ എന്താ വരിക? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബിന്റെ ലെങ്ത് എത്രയാണ്? 8 ആണ്. 8 സ്ക്വയർ പ്ലസ് ബി സിയുടെ ലെങ്ത് 6 ആണ്. 6 സ്ക്വയർ 64 പ്ലസ് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. എന്താണ് ഈ 100 എന്ന് പറയുന്നത്? 100 എന്ന് പറഞ്ഞാൽ എന്താ? 100 എന്ന് പറഞ്ഞത് എന്തിന്റെ നീളമാണ്? ഈ വികരണത്തിന്റെ നീളത്തിന്റെ സ്ക്വയർ ആണ് 100. ശരിയല്ലേ? അപ്പൊ എ സി എത്ര ഉണ്ടാവും? √100 സമം ഉണ്ടാവും 10 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ. ഇതിന്റെ നീളം എത്ര വരിക? ഈ എ സിന്റെ നീളം എത്ര വരിക? 10 സെന്റിമീറ്റർ ആണ് വരിക. അതായത് ഈ എ പി ക്യു സി എന്ന് പറയുന്ന ഈ ചതുരത്തിന്റെ പരപ്പളവ് 48 അവിടെ കിട്ടി. അവിടെ ഉണ്ട്. അതിന്റെ നീളം എത്രയെന്ന് കിട്ടി? 10 ആണെന്ന് കിട്ടി. ഞാൻ വീതി കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നോക്കൂ, അതിന്റെ പരപ്പളവ് നോക്കാം. അതിന്റെ പരപ്പളവ് എന്തിനാണ്? എ പി ക്യു സി എന്ന് പറഞ്ഞാൽ അതിന്റെ പരപ്പളവ് സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 48. ഓക്കെ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി അല്ലേ? എൽ ഇൻറ്റു ബി ഈക്വൽ എത്ര വരണം? 48. ശരിയാണോ? എൽ എത്ര കിട്ടി? എൽ ആണ് ഈ നീളം. അത് എത്ര കിട്ടി നമുക്ക്? 10 ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ വീതി കേട്ടോ. അത് എത്ര ഇതാണ് നമുക്ക് കാണേണ്ടത്. ബി എത്ര കിട്ടും? 48. ശരിയല്ലേ? അപ്പൊ ബി എത്ര ഉണ്ടാവും? ബി സമം 48. ഇത് രണ്ടും കൂടി കുടിക്കുമ്പോഴാണ് എന്തുള്ളത്? 48 ബൈ എന്നുണ്ടാവും 10. 48 10 കൊണ്ട് എങ്ങനെ ഇരിക്കുക? ഒരു പോയിന്റ് മാറ്റി കൊടുക്കുന്നവരെ 4.8 സെന്റിമീറ്റർ ബി എന്ന് പറയുന്ന സാധനം എന്താണ്? അതാണ് ഈ ചതുരത്തിന്റെ വീതി. അതായത് എ പിയുടെ നീളം നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? എ പി ഇസ് ഈക്വൽ ടു 4.8 സെന്റിമീറ്റർ, 4.8 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഒരു കാക്കല പരീക്ഷയ്ക്ക് എക്സാം, ക്വാർട്ടർലി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് ഈ ഏരിയ എന്നുള്ള ഭാഗത്തുനിന്ന്. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഐഡിയ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചതുരം ഉണ്ടെങ്കിൽ ആ ചതുരത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ ഇരട്ടിയായിരിക്കും ചതുരത്തിന്റെ പരപ്പളവ്, അല്ലെങ്കിൽ ഈ ചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതി ആയിരിക്കും ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു തരും. ആൻസറുകൾ എന്ത് ചെയ്യണം? ഇത് നോക്കിയിട്ട് ഇങ്ങനെയല്ല നന്നാക്കി എന്ത് ചെയ്യണം? അല്ല വൃത്തിയിൽ എഴുതേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? എഴുതണം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡും ഫോർത്തും ഫിഫ്ത്തും ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ സ്പീഡിൽ പറയാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനിലാണ്. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു സർക്കിൾ വരയ്ക്കും, ഒരു വൃത്തം വരയ്ക്കാനാണ് ആദ്യം പറഞ്ഞത്. വൃത്തം നമ്മൾ വരച്ചു. ഓക്കെ അല്ലേ? വൃത്തം വരച്ചിട്ട് ഈ വൃത്തത്തിൽ എന്ത് ചെയ്യണം? ഒരു ത്രികോണം വരയ്ക്കണം, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടക്സ്, ഒരു മൂല എവിടെ വരുന്നോ? വൃത്തകേന്ദ്രത്തിൽ. ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതിൽ എത്ര മൂലകളുണ്ട്? 1, 2, 3, 3 വെർട്ടിസസ് അല്ലെ? അതിൽ ഒരു വെർട്ടക്സ് ഇവിടെ. ബാക്കിയുള്ള ഈ 2 മൂലകളും 2 വെർട്ടിസസ് എവിടെ വരണം? ഈ സർക്കിൾ, ഈ വൃത്തത്തിൽ എവിടെയെങ്കിലും വരണം. അങ്ങനെയുള്ള ഒരു ത്രികോണം അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ വരച്ചൂടെ? കൂളായി വരയ്ക്കാം അല്ലെ? അപ്പൊ നോക്കാം, ഇങ്ങനെ ഒരു വര നമുക്ക് കൊടുക്കാം. ഉണ്ടോ? വൃത്തം ആദ്യം വൃത്തങ്ങൾക്ക് സൗകര്യമുള്ള വലുപ്പത്തിൽ എന്ത് വൃത്തം വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാവും, ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഒരു മൂല ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ജോയിൻ ചെയ്താൽ പോലെ. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ രൂപത്തിലുള്ള എന്ത് കിട്ടും? ഒരു ത്രികോണം കിട്ടും. കിട്ടിയോ? കിട്ടി. ഒരു മൂല വൃത്തകേന്ദ്രം, ഒരു മൂല വൃത്തകേന്ദ്രത്തിൽ കേട്ടോ. പിന്നെ ഒരു മൂല, ബാക്കിയുള്ള 2 മൂലകൾ ഈ വൃത്തത്തിൽ വരുന്ന രൂപത്തിൽ ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു. ആ ത്രികോണം വരച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്തോ? ഇപ്പൊ നമ്മൾ വരച്ച ത്രികോണത്തിന് എത്ര വലുപ്പത്തിൽ വേണമെങ്കിൽ വരക്കാം. ഇപ്പൊ ഈ വരച്ച ഈ ത്രികോണത്തിന്റെ ഇതേ പരപ്പളവുള്ള വേറെ ത്രികോണം വരക്കണം. ഈ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള എന്ത് ചെയ്യണം? മറ്റൊരു ട്രയാങ്കിൾ വരക്കണം. മനസ്സിലായല്ലോ? പക്ഷെ ആ ട്രയാങ്കിളിൽ, ആ ത്രികോണത്തിന് പ്രത്യേകം എന്തായിരിക്കണം? ആ ത്രികോണത്തിന് 3 മൂലകൾ എന്തായിരിക്കണം? വൃത്തത്തിലായിരിക്കും. ഇപ്പൊ 2 മൂലകളെ വൃത്തത്തിൽ, ഒരു മൂല എവിടെയാണ്? വൃത്ത കേന്ദ്രത്തിലാണ്.
മനസ്സിലായാലോ? ഇതിന്റെ ഇതേ ഏരിയ ഉണ്ട്, ഇതേ പരപ്പളവുള്ള വേറെ ത്രികോണം വരയ്ക്കണം. ആ ത്രികോണത്തിന് 3 മൂലകൾ എവിടെ ആയിരിക്കണം? ഈ വൃത്തത്തിലായിരിക്കണം. അങ്ങനെ ഒരു ത്രികോണം വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കും? അത് വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കുക, നമ്മൾ പഠിച്ച ഐഡിയ ഉണ്ടല്ലോ അല്ലെ? ഇതാണ് ഇപ്പൊ വരച്ച ത്രികോണത്തിന്റെ പാദം, അതിന്റെ ബേസിലെ. ഇതിന് സമാന്തരമായിട്ട്, ഇതിന് പാരലൽ ആയിട്ട്, പാരലൽ വരയ്ക്കാൻ സെറ്റ് സ്ക്വയർ ഒക്കെ വെച്ച് വരക്കട്ടോ. പാരലൽ ആയിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കിക്കൊണ്ടിട്ട് എന്ത് ചെയ്യാം? ഈ വൃത്ത കേന്ദ്രത്തിലൂടെ, അതായത് ഈ ത്രികോണത്തിന്റെ 3-ാം മൂല എവിടെയാണ് വരുന്നത്? 3-ാമത്തെ മൂല, തേർഡ് വെർട്ടെക്സിലൂടെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു വരട് വരയ്ക്കണം. ഈ വര എന്തായിരിക്കും? ഈ വര എന്തായിരിക്കും? ഈ താഴത്ത് കാണുന്നത് എന്തായിരിക്കും? സമാന്തരമായിരിക്കും, പാരലൽ ആയിരിക്കും. അങ്ങനെ ഒരു വര വരയ്ക്കണം. മനസ്സിലായോ? അപ്പൊ ഈ മൂല ഈ വരയിൽ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഈ വരയിൽ എവിടെ കൊടുത്തു കഴിഞ്ഞാലും ആ ത്രികോണത്തിന്റെയും ഈ ആദ്യം വരച്ച ത്രികോണത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. 3-ാമത്തെ മൂല ഇപ്പൊ ഇവിടെ ഉള്ളത് അല്ലെ? 3-ാമത്തെ മൂല ഇവിടെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ? ത്രികോണം വരയ്ക്കാം. പക്ഷെ അപ്പൊ 3 മൂല ഉള്ള വൃത്തത്തിലാവില്ല. അപ്പൊ വൃത്തത്തിലുള്ള പോയിന്റ് ഇവിടെ വരുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ത്രികോണം എങ്ങനെയാണ് അവിടെ നോക്കാം. അങ്ങനെ കൊടുക്കുക. അടുത്ത ത്രികോണം എങ്ങനെ കൊടുക്കാം? അടുത്ത വര എങ്ങനെ കൊടുക്കണം? ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എന്താ കിട്ടിയ നമുക്ക്? ഇപ്പൊ നമ്മൾ ആദ്യം വരച്ച ത്രികോണത്തിന്റെ അതേ പരപ്പളവുള്ള ത്രികോണം കിട്ടി. ആദ്യം വരച്ച ത്രികോണത്തിന്റെ പേര് നോക്കാം. ആദ്യം വരച്ച ത്രികോണത്തിന്റെ പേര് ABO എന്നാണ്. ABOന്റെ പരപ്പളവും AB, അവിടെ നമുക്ക് പേര് കൊടുക്കാം. ഇതിന്റെ പേര് CD എന്നായിക്കോട്ടെ അല്ലെ? അപ്പൊ ABD എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? 2ന്റെ പരപ്പളവും തുല്യമായിരിക്കും. എന്താ കാരണം? ഇതിന്റെ പാദത്തിന് സമാന്തരമായ ഒരു വരയിലാണെന്നുണ്ടെങ്കിൽ 2 ത്രികോണത്തിന്റെ എന്തുണ്ട്? 3-ാമത്തെ മൂലകൾ ഉള്ളത്, ശരിയല്ലേ? തേർഡ് വെർട്ടിക്സ് ഉള്ളത് അല്ലെ? പിന്നെ എന്താണ്? സെയിം ഒരേ പാദവുമാണ്. അതുകൊണ്ട് ഈ 2 ത്രികോണത്തിന് എന്തായിരിക്കും? ഒരേ പരപ്പളമായിരിക്കും. ഇപ്പൊ നമ്മൾ ക്വസ്റ്റിൽ പറഞ്ഞ മാതിരി ത്രികോണം കിട്ടിയോ? കിട്ടി. ആദ്യം നമ്മൾ വരച്ചത് ഒരു മൂല വൃത്ത കേന്ദ്രത്തിലും ബാക്കിയുള്ള 2 മൂലകൾ വൃത്തത്തിലുമായിട്ടുള്ള ത്രികോണങ്ങൾ വരച്ചു അല്ലെ? പിന്നെ നമ്മൾ വരക്കാൻ പറഞ്ഞാൽ ഇതിന്റെ അതേ പരപ്പളവുള്ളതും 3 മൂലകൾ വൃത്തത്തിൽ, ഒരു മൂല വൃത്തത്തിൽ, ഈ 2-ാമത്തെ മൂല വൃത്തത്തിൽ, 3-ാമത്തെ മൂല വൃത്തത്തിൽ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം. ഇങ്ങനെ വരച്ചാൽ അത് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലത്തുള്ള അതേ പരപ്പളവുള്ള 3 മൂലകളും വൃത്തത്തിൽ വരുന്ന ത്രികോണമാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്ത് ചെയ്യാം? ഇതുപോലെ വരച്ചു വെക്കുക. ഇതാണ് 3-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇനി 4-ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 4-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 4-ാമത്തെ ക്വസ്റ്റ്യന് ഒരു സൈഡ് 8 സെന്റിമീറ്ററും 2-ാമത്തെ വശം 6 സെന്റിമീറ്ററും പരപ്പളവ് 12 സെന്റിമീറ്റർ സ്ക്വയറും വരുന്ന എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. മനസ്സിലായാലോ? 2 വശങ്ങൾ, 2 സൈഡ്സ്, 2 സൈഡ്സ്, അതിന്റെ ലെങ്ത് എത്രയായിരിക്കണം? 8 and 6, 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ 2 വശങ്ങളും നീളങ്ങൾ വരണം. 2 വശം 8 6 വരണം. അതിന്റെ പരപ്പളവ്, അതിന്റെ ഏരിയ എത്ര വരണം? 12 സെന്റിമീറ്റർ സ്ക്വയറും വരണം. ഇങ്ങനെയുള്ള എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അതായത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ത്രികോണം നമ്മൾ വരച്ചു നോക്കാം. എന്നിട്ട് അത് നോക്കിയിട്ട് നമുക്ക് ഇനി വേറെ ഒന്നിലധികം വരയ്ക്കാൻ പറ്റുമോ ചെയ്തിട്ട് നോക്കാം. നോക്കൂ. അപ്പൊ എന്താണ് നമ്മുടെ പ്രത്യേകത? പരപ്പളവ് എത്രയായിരിക്കണം? 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. അതായത് ഏരിയ A ആണ് കേട്ടോ. A എത്ര ആയിരിക്കണം? 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. മനസ്സിലായല്ലോ? നമ്മൾ വരയ്ക്കാൻ പോണ ത്രികോണത്തിന്റെ പരപ്പളവ് 12 ആയിരിക്കണം. പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം നമുക്ക് അറിയാം. എന്താണ്? ½ BH ആണ്. എന്താണ്? അപ്പൊ പരപ്പളവ് 12 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ½ BH എന്തായിരിക്കണം? 12 ആയിരിക്കണം, 12 ആയിരിക്കണം. ശരിയല്ലേ? പരപ്പളവ് 12. അപ്പൊ ½ BH സമം 12. ½ BH, ഇതിൽ B എന്താ? B എന്നാണ് നമ്മൾ വരയ്ക്കാൻ പോണ ത്രികോണത്തിന്റെ പാദമാണ്, ബേസ് ആണ്. H എന്താണ്? ആ ത്രികോണത്തിന്റെ ഉയരമാണ്. അപ്പൊ ഈ ബേസും എച്ചും ഒക്കെ, പാദവും ഉയരൊക്കെ എത്ര വരും നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ എഴുതാൻ പോണം. നോക്കാം. ½ BH എന്ന് പറഞ്ഞത് 12, അര BH എന്നാൽ 12 ആണ്. അപ്പൊ ഒരു BH എത്ര ഉണ്ടാവും? അര BH എന്ന് പറഞ്ഞാൽ 12 ആണ്. ½ BH 12. ഒരു BH എത്ര ഉണ്ടാവും? ഒരു BH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12 × 2 എത്ര ഉണ്ടാവും? 24 ഉണ്ടാവും. ശരിയല്ലേ? അര BH എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ ഒരു BH പറഞ്ഞാൽ ഇരട്ടി ഉണ്ടാവും. എത്ര ഉണ്ടാവും? 24 ഉണ്ടാവും. കേട്ടോ? അപ്പൊ അതായത് നമ്മൾ വരയ്ക്കാൻ പോണ ത്രികോണത്തിന്റെ ബിയും എച്ചും, അതിന്റെ പാദവും അതിന്റെ ഉയരും കൂടി ഗുണിച്ചാൽ കിട്ടണം? 24 കിട്ടണം എന്നാണ് അതിന്റെ അർത്ഥം. ശരിയല്ലേ? പരപ്പളവ് 12 ആകണമെങ്കിൽ, നമ്മൾ വരയ്ക്കാൻ പോണ ത്രികോണത്തിന്റെ പരപ്പളവ് 12 കിട്ടണം. പരപ്പളവ് 12 കിട്ടണമെങ്കിൽ, ഏരിയ 12 സെന്റിമീറ്റർ ആകണമെങ്കിൽ എന്ത് വേണം? ബിയും എച്ചും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടണം? 24 കിട്ടണം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കാം. നമ്മൾ പറഞ്ഞ ഒരു വശം 8ഉം വേറൊരു വശം 6ഉം എടുത്ത് നമ്മൾ ഈ തൽക്കാലം 8 പിടിക്കാം. ഒരു വശം എടുക്കാം. ഒരു വശം 8ആണ്. ഒരു വശം 8ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പാദം 8ആണെന്ന് അർത്ഥം. ഇത് 8ആണ്. ഇത് 8ആണെങ്കിൽ അപ്പൊ ഉയരം എത്ര വേണ്ടി വരും? കാരണം 8 എടുത്തു കഴിഞ്ഞാൽ 8നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടാൻ നോക്കാം. 8 × 3 അല്ലേ 24. ഈ 8 നമുക്ക് എവിടുന്ന കിട്ടിയത്? 8 ഇവിടെ ഒരു വശം 8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വശം ഞാൻ എന്ത് ചെയ്യും? 8 എടുക്കാം.
അതായത് അപ്പൊ ഈ 24 എന്ന് പറഞ്ഞ സംഖ്യനെ നോക്കാം. 24 എന്ന് പറഞ്ഞ സംഖ്യനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8 × 3 എന്ന് എഴുതാം അല്ലെ. നമ്മുടെ എഴുതിക്കാണ് 8 × 3. ഇതെന്താ ഈ 8 × 3 എഴുതാനുള്ള കാരണം? ഇതിന്റെ പരപ്പളവ് കിട്ടണേ ബി യു എച്ച് കൂടി ഗുണിച്ചാൽ കിട്ടേണ്ട 24. അതായത് ഒരു വശം 8 സെന്റിമീറ്റർ വേണം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ? ഈ 24 ഈ ബി യു എച്ച് ഉള്ള ഈ ബി എന്നത് 8 എടുക്കാം. ബി എന്നത് 8 എടുക്കാം. കണ്ടല്ലോ. അപ്പൊ എച്ച് എത്ര വരും? പുറത്ത് കാണി എച്ച് എത്ര വരും? 24 8ഓടെ എച്ച് വെക്കാതെ 8ഓടെ എച്ച് 3 കിട്ടാതെ 8 3 24 വരിക. അപ്പൊ എച്ച് എത്ര വരും ചെയ്യും? 3 വരും. അപ്പൊ പാദത്തിന്റെ നീളം ഒരു വശത്തിന്റെ നീളം 8 ഉയരം 3 സെന്റിമീറ്റർ. ഇവിടെ ഒരു 3 സെന്റിമീറ്റർ ഉയരമുള്ള ത്രികോണം വരച്ചു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര വരിക? അത് 12 സെന്റിമീറ്റർ ആയിരിക്കും വരിക. ശരിയല്ലേ? എങ്ങനെ വരിക? ഇത് 8ഉം ഇത് 3 ആണെങ്കിൽ ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു 8 × 3 8 × 3 24 അതിന്റെ പരിശുദ്ധോ 12 വരും. അപ്പൊ ഇങ്ങനെ ത്രികോണം വരച്ചാൽ മതി. ഒരു വശത്തിന്റെ നീളം 8. അതായത് ഉയരം എത്ര വരണം? 3 സെന്റിമീറ്റർ. നമുക്ക് ഒരു പ്രത്യേകത പറഞ്ഞിട്ട് രണ്ടാമത്തെ വശം 6 എന്ന് പറഞ്ഞിട്ട് അതായത് അത് നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വശം ഇങ്ങനെ വരയ്ക്കാം. ഏതാണ്? 8 സെന്റിമീറ്റർ. ഇതിന്റെ ഈ ഒരു നീളം 8 ആയതുകൊണ്ട് 8 സെന്റിമീറ്റർ പാദം വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം? ഒരു വര നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. ഇതിന്റെ നീളം എത്രയാണെന്ന് വിചാരിക്കാം. ഇത് സ്കെയിലിൽ കൃത്യമായിട്ട് അളന്നാണ് വരയ്ക്കേണ്ടത്. ഇതിന്റെ നീളത്തിന് 8 സെന്റിമീറ്റർ ആണ്. പാദം 8 സെന്റിമീറ്റർ. ഇനി ഉയരം എത്രയാണ്? ഉയരം 3 ആണ്. ഇവിടെ നോക്കിയാൽ ഉയരം 3 ആണ് വരില്ല. അപ്പൊ എന്ത് ചെയ്യാച്ചാൽ നമ്മൾ ചെയ്യുന്നത് സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തിട്ട് 3 സെന്റിമീറ്റർ നോക്കാം. ഇവിടെ നീളം ഈ ഉയരം 3 സെന്റിമീറ്റർ വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. പുറത്താണ് 3 ചേച്ചോടി, ഇവിടെയാണ് 3 വരുന്ന ചേരിക്കുക. 3 സെന്റിമീറ്റർ വരുന്ന രൂപത്തിൽ ഒരു പോയിന്റ് മാർക്ക്. അതെന്താണ്? ഇവിടെ നിങ്ങളുടെ ഉയരം എത്രയാണെങ്കിൽ ഉയരം എത്രയാണ്? 3 ആണ് വരുന്നത്. ആ സ്കെയിൽ അളന്നിട്ട് ഒരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്തു അല്ലെ. ഇനി നമ്മൾ ചെയ്യണ തരം ഇപ്പൊ നമ്മൾ താഴെ പാദം വരച്ചില്ലേ, ഇതിന് സമാന്തരമായിട്ട് ഇപ്പൊ വരച്ചതിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യാം? ഈ 3 സെന്റിമീറ്റർ കൂടി ഒരു സമാന്തരം വരയ്ക്കണം. ഈ താഴെ കാണുന്ന ഈ പാദത്തിന് സമാന്തരമായിട്ട് നമ്മൾ വരച്ച ഈ മാർക്ക് ചെയ്ത് ഈ പോയിന്റിലൂടെ എന്ത് ചെയ്യണം? ഒരു സമാന്തരം വരയ്ക്കാനുള്ള രീതിയിൽ വരയ്ക്കണം. ഞാനിവിടെ റഫായിട്ട് വരയ്ക്കണം. ഒരു നല്ലൊരു വര വരയ്ക്കണം. എന്താണ് ഇത്? ഈ ഹൈറ്റ് എത്രയാണ്? ഈ എത്താണ് എച്ച് എത്രയാണ്? ഇത് 3 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തത്. അതിലെന്ത് ചെയ്യും? ഈ പോയിന്റിലൂടെ നമ്മൾ എന്ത് വെച്ചാൽ ഒരു വര വരച്ചു. മനസ്സിലായോ? അപ്പൊ ഈ ഇവിടൊക്കെ ഹൈറ്റ് എന്താ വരിക? ഇവിടൊക്കെ ഹൈറ്റ് 3 ആണ്, ഉയരം 3 ആണ് വരിക. കേട്ടോ, ശരിയല്ലേ? അപ്പൊ ഞങ്ങൾ വരയ്ക്കാൻ പോണ ത്രികോണത്തിന്റെ ഒരു വശം 8 എന്ന് പറഞ്ഞാൽ ആ ഒരു വശം ഇവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ വശം എത്ര പറയണ്ടേ? രണ്ടാമത്തെ വശം 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. കോമ്പസിൽ എന്ത് ചെയ്യുക? കോമ്പസിൽ നമുക്ക് 6 സെന്റിമീറ്റർ എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കാം. അപ്പൊ ഇതാണ് 6 സെന്റിമീറ്റർ വിചാരിക്കാം. 6 സെന്റിമീറ്റർ എന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കോമ്പസ് കുത്തണം. ഇവിടെ കോമ്പസ് കുത്താം. മനസ്സിലായോ? കോമ്പസ് കുത്തിയിട്ട് ഈ നീളം 8 ആണ് അവിടെ ഉണ്ട്. ഈ 6 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ വരച്ച വരണ്ട ആ വരയെ മുട്ടണ രൂപത്തിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ചാവ് വരയ്ക്കണം. ഇങ്ങനെ ഒരു ചാവ് വരയ്ക്കണം. ഈ നീളം എത്രയാണ്? ഈ പോയിന്റേക്കാൾ നീളത്തിന് 6 ആണല്ലേ. ഈ നീളം എത്രയാണ്? 8 ആണ്. അതുകൊള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ജോയിൻ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യും? ത്രികോണാക്കി പറ്റും. ഇവിടെ നോക്കൂ, ഈ നീളം എത്ര പറയും? ഈ നീളം നമ്മൾ കോമ്പസിൽ 6 എടുത്താണല്ലേ. അപ്പൊ ഇത് 6. ഇത് എത്രയാണ്? 8. നമുക്ക് ഈ ത്രികോണം കംപ്ലീറ്റ് ആക്കി കൂടെ. യെസ്, ത്രികോണം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പരപ്പളവ് കിട്ടും. ഈ ത്രികോണത്തിന്റെ ഒരു വശം 8 അല്ലേ? ഈ ഒരു വശത്തിന് 6 അല്ലേ? ഇപ്പൊ 8ഉം 6ഉം കിട്ടിയോ? കിട്ടി. ഈ ത്രികോണത്തിന്റെ ഉയരം എത്രയാണ്? ഈ ഉയരം നമ്മൾ എടുത്തത് 3 ആണ്. ശരിയല്ലേ? അപ്പൊ ഇത് 3 ആയതുകൊണ്ട് 8 × 3 24. അതിന്റെ പകുതി രണ്ട് ത്രികോണത്തിന്റെ പരപ്പളവ് ഇല്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് കിട്ടി? ഒരു വശം 8ഉം വേറെ വശം 6ഉം പരപ്പളവ് 12 ഉള്ള എന്ത് വരച്ചപ്പോൾ ഒരു ത്രികോണം വരച്ചു. ഒരു ത്രികോണം വരച്ചു. നമ്മളോട് ചോദിച്ചത് ഇതേപോലത്തെ ത്രികോണം ഇനി വേറെ വരക്കാൻ പറ്റുമോ? ഒരു വശം 8ഉം വേറൊരു വശം 6ഉമായിട്ടുള്ള വേറെയും ത്രികോണങ്ങൾ വരക്കാൻ പറ്റുമോ? എത്ര വരക്കാൻ പറ്റും? ഒന്നും നമ്മൾ വരച്ചിട്ടല്ലേ. ഈ വേറൊരു ത്രികോണം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കൂടി. അത് എങ്ങനെ ഞാൻ കാണിച്ചില്ല. ഇവിടെ നോക്കാം. നമ്മള് ഈ പോയിന്റില് കോമ്പസ് കുത്തിയെടുത്തിയാണ് ഈ ലെങ്ത് ആണ് 6 എടുത്ത് അല്ലെ. ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ മുകളിൽ വരച്ച ഈ വര ഉണ്ടല്ലോ, ഈ വര അങ്ങോട്ട് നീട്ടാം. ഇതൊക്കെ എന്താണ്? നമ്മൾ ഈ വരക്കണ ഈ വരക്ക് എന്താണ്? ഈ വരയിലുള്ള എല്ലാ ബിന്ദുക്കളും എന്തായിരിക്കും? ഈ താഴെ നമ്മൾ വരച്ച് ഇതിവിടുന്ന് എന്തായിരിക്കും? 3 സെന്റിമീറ്റർ. ഒക്കെ 3 സെന്റിമീറ്റർ വരുന്നതാണ്. അത് സമാന്തരമായതുകൊണ്ട് ഒക്കെ എന്തായിരിക്കും? 3 സെന്റിമീറ്റർ വരുത്തലാണ്. ഇനി ഞാൻ ചെയ്യണമെന്തായോ? നേരത്തെ നമ്മൾ ഇതാ ശരിക്കും ശ്രദ്ധിക്കുക. ഈ പോയിന്റിൽ നിന്ന് 6 സെന്റിമീറ്റർ എടുത്തിട്ടാണ് ഇത് വരച്ചത്. ശരിയല്ലേ? ആ 6 സെന്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ചാവ വരച്ചൂടെ. ഈ നീളത്തിലാണ് 6 ആണ്. അപ്പൊ അവിടെ ഒരു ത്രികോണം വരച്ചു.
അതൊരു ത്രികോണമാണ്. അതിന്റെ പരപ്പളവ് എത്ര വരിക? അതിന്റെ പരപ്പളവ് നമ്മൾ നേരത്തെ പറഞ്ഞു 12 ആണ് വരിക കേട്ടോ. ഈ 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ പകരം എന്ത് ചെയ്യാം? വേണ്ട, ഇങ്ങോട്ട് കൊണ്ടാണോ അത് വൃത്തായിട്ട് വരക്കണം എന്നില്ല, ഇങ്ങോട്ട് കൂടെ കൊണ്ടണം. കാണാം, ഇപ്പുറത്തേക്ക് വരച്ചു. ഇപ്പുറത്തേക്ക് വരച്ചാൽ നമുക്ക് അതേ സമാന്തര വരയിൽ ഇവിടെ വേറൊരു പോയിന്റ് കിട്ടിയില്ലേ? അവിടെ വേറെ പോയിന്റ് കിട്ടി. ഈ പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ത്രികോണം വരച്ച് നോക്കുക. അവിടത്തേക്ക് എല്ലാവരും നോക്കുക. ഇതും ഇതും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാം. രണ്ടും കൂടി ഞാൻ ജോയിൻ ചെയ്താൽ ഇവിടെ നോക്കാം. ഒരു വശം 8 ആണോ? ഈ നീളത്താണ്. ഈ നീളം 6 അല്ലേ? 6 അല്ലേ? ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ത്രികോണം അങ്ങോട്ട് വരക്കണം. ഇങ്ങനെ വരക്കണം. ഞാൻ മനസ്സിലാവുന്ന ഷെയ്ഡ് ചെയ്ത് കളിക്കും. ഈ ത്രികോണം കണ്ടോ? നേരത്തെ വരച്ച ഇങ്ങനത്തെ ത്രികോണം ആ ആകൃതിയിൽ, അതല്ലാത്ത അതിന് തുല്യമല്ലാത്ത വേറെ ത്രികോണമാണ് വെച്ചത്. ഈ ത്രികോണം, ഈ ത്രികോണത്തിൽ ഒരു വശം 8 അല്ലേ? ആണ്. വേറെ വശം എത്രയാണ്? 6 ആണ്. ഇത് 6 ആണ്. 8 6 ആയി. ഇതിന്റെ ഉയരം എത്രയാണ് പറയും? ഈ ത്രികോണത്തിന്റെ ഉയരം എത്ര? ഈ ഉയരം എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. അത് 3 ആണ് വരിക കേട്ടോ. ഈ ഉയരം 3 ആയതുകൊണ്ട് ഇതിന്റെ പരപ്പളം വരെ 8 × 3 24, അതിന്റെ പകുതി വരും കേട്ടോ. അപ്പൊ ഒരു വശം 8 സെന്റിമീറ്ററും മറ്റൊരു വശം 6 സെന്റിമീറ്ററും പരപ്പളവ് 12 സെന്റിമീറ്ററും ഉള്ള എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും നമുക്ക്? ഒന്ന് ഈ ആദ്യം വരച്ച ത്രികോണമാണ്, ഒന്ന് ഒരു ത്രികോണം, ഒന്ന് രണ്ടാമത് വരച്ച ത്രികോണം. 2 ത്രികോണങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഒരേ പോലെയുള്ള രണ്ട് വേറെ വേറെ ഷേപ്പിൽ, അതാണ് തുല്യമല്ലാത്ത 2 ത്രികോണങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഒരു വശം 8 ആവണം, ഒരു വശം 6 ആവണം, പരപ്പളവ് എന്തുവാണ്? 12 ആകണം. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ പരപ്പളവ് 12 പകരം 24 സെന്റിമീറ്റർ ആയാലോ നമുക്ക് വരും. 12 പകരം 24 സെന്റിമീറ്റർ ആണ് പരപ്പളവ് വരണമെങ്കിൽ അങ്ങനെയുള്ള എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റുന്ന? ഹൗ മെനി സച്ച് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ? ഇവിടെ എന്താണ്? ഇവിടെ 2 സച്ച് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മാറ്റം നമുക്ക് എന്ത് ചെയ്യാം? ആലോചിക്കാം. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ ചെയ്തു പോകണം. പരപ്പളവ് 24 ആണ്. പരപ്പളവ് 24 എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്നാണ് ഹാഫ് BH = 24 എന്നാണ് അല്ലെ? അപ്പൊ BH = ഈ 24ന്റെ ഇരട്ടി എത്ര വരും? 48 വരും. ശരിയല്ലേ? അതായത് ബിയും എച്ച് കൂടി പിടിച്ച് എത്ര വരണം? 48 വരണം. ബി എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിന്റെ ഒരു വശമാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഉയരമാണ്. ബി നമുക്ക് എത്ര എടുക്കാം? ഇവിടെ ഈ വശങ്ങൾ തന്നതിൽ ഏതെങ്കിലും ഒരു നീളം നമുക്ക് എടുക്കാം. 8 എടുത്ത് നോക്കാം. 8 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 8 × ഈ ബി ആണ് 8 × ഇനി ഇവിടെ എത്ര എഴുതിയാലാണ് ഇത് കിട്ടാൻ? 48 കിട്ടാൻ നോക്കാം. 8 × എത്രയാണ്? 8 × എത്രയാണ്? 48. 8 × 6 ആണ് എന്ത് വരിക? 6 8 ആണെങ്കിൽ 8 6 എന്ത് വരിക? 48 വരിക. ശരിയല്ലേ? അപ്പൊ ഒരു വശം 8 ആണെങ്കിൽ അതിന്റെ ഉയരം എത്ര ആയിരിക്കണം? ഉയരം അതിന് എച്ച് എത്ര വരട്ടെ? എച്ച് = എന്ത് വരണം? 6 സെന്റിമീറ്റർ ആണ് എന്ത് വരണം? അതിന്റെ ഉയരം വരേണ്ടത്. ഇപ്പൊ ഇവിടെ നീ നേരത്തെ ചെയ്ത വരെ ചെയ്ത് നോക്കാം. ഒരു വശം 8 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ ഒരു വശം വരയ്ക്കാം. ഒരു വശം വരച്ചു. ഇത് 8 സെന്റിമീറ്റർ ആണ്. 8 സെന്റിമീറ്റർ ആണ്. 8 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിന്റെ ഹൈറ്റ് 6 ആണ്. നേരത്തെ നമുക്ക് 3 ആണ് കിട്ടിയത്. ഇവിടെ നമുക്ക് 6 ആണ് അല്ലെ? 6 ആയതുകൊണ്ട് എന്ത് ചെയ്യാം? സ്കെയിലുകൾ വെച്ചിട്ട് 6 സെന്റിമീറ്റർ ഹൈറ്റ് എടുക്കാം. 6 സെന്റിമീറ്റർ എത്ര നോക്കാം? 6 സെന്റിമീറ്റർ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെന്ത് ചെയ്യണം? ഇതിന് സമാന്തരമായിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ എന്ത് ചെയ്യാം? ഒരു സമാന്തര വര വരയ്ക്കുക. വര വരയ്ക്കുക. വരച്ചില്ല. അപ്പൊ ഈ ഹൈറ്റ് എത്രയാണ്? ഈ ഹൈറ്റ് എത്രയാണ്? ഇത് 6 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഇനി ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? അടുത്ത ഒരു വശം ഇവിടെ 8 എടുത്തു കഴിഞ്ഞു. ഇവിടെ 8. ഇനി അടുത്ത രണ്ടാമത്തെ വശം നോക്കാം. രണ്ടാമത്തെ വശം എത്ര ആയിരിക്കണം? 6 ആയിരിക്കണം. 6 ആയിരിക്കണം. 6 ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കണം. കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്യാം? 6 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യാം? കോമ്പസിൽ നമ്മൾ എടുത്തു. കോമ്പസിൽ 6 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 6 ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് 6 കേട്ടോ. 6 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ചാപം വരയ്ക്കണം. ചാപം എവിടെ വരയ്ക്കാൻ? നമ്മൾ നോക്കൂ. ഈ ഹൈറ്റും 6 ആണ്. ഈ ഉയരം 6 ആണ്. നമുക്ക് എടുക്കേണ്ട വശത്തിന് നീളം എന്ത് തന്നെയാണ്? 6 ആണ് വരുന്നത്. മനസ്സിലാണ്ടോ? ഉയരം നമുക്ക് എടുക്കേണ്ട രണ്ടാമത്തെ വശത്തിന് നീളം കുറച്ച് കൂടുതലാവും. അങ്ങനെ കൂടുതലായതിന് നമുക്ക് ഇവിടെ ഒരു ചാപം വരയ്ക്കാം, ഇവിടെ ഒരു ചാപം വരയ്ക്കാം. അപ്പൊ 2 ത്രികോണങ്ങൾ വരയ്ക്കാം. നമുക്ക് എന്താ എടുക്കേണ്ട? രണ്ടാമത്തെ വശത്തിന് 6 തന്നെയാണ്. 6 സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ വശത്തിനുള്ള. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ പോയിന്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റ് മാത്രം, അവിടെ ഒരു പോയിന്റ് മാത്രം കിട്ടുള്ളൂ. 2 കിട്ടും. അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല. ആകെ എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്താണത്? രണ്ടാമത്തെ വശം 6 സെന്റിമീറ്റർ വരണമെങ്കിൽ ആ പോയിന്റ് എവിടെ വരണം? നേരെ മുകളിൽ കറക്റ്റ് ആയിട്ട് എവിടെ വരണം? ഈ പോയിന്റിൽ വരണം. ഇവിടെ വരണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്ത് വരിക? ഇത് 6 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടും, ഒരു ത്രികോണം കിട്ടും. ഈ ത്രികോണമാണ്. ഇതിന്റെ പരപ്പളവ് എത്രയായിരിക്കും വരിക? ഇതിന്റെ പാദം 8 × 1/2 × 8 ഉയരം എത്ര വരിക? ഉയരം ഇവിടുന്ന് നേരെ കുത്തര കിട്ടുന്നതാണ്. എത്ര വരും? 6 വരും. കണ്ടോ? അപ്പൊ ഇത് തന്നെയാണ് ഒരു സൈഡ് വരുന്നത്. 8 × 6 48. അതിന്റെ പകുതി എത്ര വരും? 24. കണ്ടോ? അപ്പൊ അങ്ങനെ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും?
എത്ര പറ്റും? ആകെ ഒറ്റൊന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വരയ്ക്കാൻ പറ്റുള്ളൂ. ഹൗ മെനി സച്ച് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ? ഓൺലി വൺ സച്ച് ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ എന്നാണ് ആൻസർ. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് വിശദമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നിങ്ങളതായ രീതിയിൽ നോട്ട് ചെയ്ത് എന്ത് ചെയ്യണം? ഇത് ആൻസർ ആക്കി നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ഫിഗർ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഫിഗർ നോക്കുക. ഇതൊരു ചതുരാണ്, ഒരു റെക്ടാങ്കിൾ ആണ്. ഇതല്ലോ, ഈ റെക്ടാങ്കിളിന് രണ്ട് ഭാഗങ്ങളായിട്ട്, രണ്ട് പാർട്ടായിട്ട്, ഈ ചതുരത്തിന് രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നത് എന്താണ്? ഈ ഒരു വര, ഒരു ഒടിഞ്ഞ വര, ഇങ്ങനെ ഒരു വരയും കേട്ടോ, അത് അവിടെ തൊട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു വര, ഇങ്ങനെ ഈ ഒരു വര അയക്കുമ്പോൾ ഈ ചതുരം ഇതൊരു ഭാഗവും ഇവിടെ നിന്നിട്ടുള്ളത് വേറൊരു രണ്ട് ഭാഗങ്ങളായിട്ട് മാറി. ഇവിടെ ഇതിൽ കാണുന്ന വ്യത്യസ്ത അളവുകൾ നോക്കാണോ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ലെങ്ത് 1 സെന്റിമീറ്റർ ആണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ നീളം 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ ആണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഇതിന്റെ ആകെ ഈ നീളം അതും 3 സെന്റിമീറ്റർ ആണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ നീളം 2 സെന്റിമീറ്റർ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി വരുന്ന നീളം 3 സെന്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇവിടേക്കുള്ള ഈ ഉയരം എത്രയാണ്? 2 സെന്റിമീറ്റർ. ഇത്രയും അളവുകൾ തന്നിട്ടുണ്ട്. ഇതല്ലോ, ഇങ്ങനെ ഒരു ഫിഗർ ആണ് തന്നത്. നമുക്ക് എന്താ വേണ്ടതല്ലോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ ഭാഗത്തിന്റെയും ഈ ഭാഗത്തിന് രണ്ട് ഭാഗത്തിന്റെയും പരപ്പളവ് കണ്ടുപിടിക്കുക. ഏരിയകൾ, ഇതിന്റെ ഈ ഭാഗത്തിന്റെ ഏരിയ എത്ര വരിക, ഇതിന്റെ ഏരിയ എത്ര വരിക. ഈ ഭാഗത്തിന് ഈ ചതുരത്തിന്റെ മൊത്തം ഏരിയ ഉണ്ടാ, അതിന് രണ്ടെണ്ണമാക്കി തിരിച്ചാണ്ടാൽ അതിന് ഈ ഭാഗത്തിന്റെ മൊത്തം ഏരിയ, അതിന്റെ പരപ്പളവ് എത്ര വരും, അതുപോലെ ഈ ഭാഗത്തിന്റെ പരപ്പളവ് എത്ര വരും, രണ്ടിന്റെ പരപ്പളവ് കാണും. അതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് എന്ത് ചെയ്യണമല്ലോ? ഈ ഇപ്പുറത്തുള്ള പരപ്പളവിൽ മാറ്റം വരാതെ ഈ ഭാഗത്തിൽ ഇവിടെയുള്ള പരപ്പളവ് ഇവിടെ തന്നെ കിട്ടണം, ഇവിടെയുള്ള പരപ്പളവ് ഇവിടെ തന്നെ കിട്ടണം. അങ്ങനെ രൂപത്തിൽ എന്ത് ചെയ്യാം? ഈ ഒടിഞ്ഞ വരയ്ക്ക് ഒരു നേരെ വര, ഒറ്റ വര, സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒറ്റ വര കൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ രണ്ടാക്കി മാറ്റണം. സ്കെയിൽ ഉപയോഗിച്ച് എങ്ങനെയും വരച്ചാൽ പോലെ എന്താണ്? ഇവിടെയുള്ള അത്ര പരപ്പളവ് ഇവിടെയും കിട്ടണം, ഇവിടെയുള്ള അത്ര പരപ്പളവ് ഇവിടെയും കിട്ടണം. അങ്ങനെ ഒരൊറ്റ വര വരച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റണം. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇത് ചതുരാകൃതിയിലുള്ള ഒരു പറമ്പാണ്. ഒരാളെ പുരയിടാണ് വെച്ചോളൂ. ഒരു പിതാവിന്റെ പുരയിടമാണ് ഈ കാണുന്നത്. ആ പുരയുടെ അയാൾ രണ്ട് മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്താണ്. ഒരു മകന് ഇത്രയും ഭാഗം വരും, മറ്റൊരു മോന് ഇത്രയും ഭാഗം വരും. അങ്ങനെ രണ്ടായിട്ട് വിഭാഗിച്ചു കൊടുത്താണ്. അപ്പൊ ഇയാൾക്ക് കിട്ടിയത് ഇത്രയും ഭാഗമാണ്. ഇയാൾക്ക് കിട്ടിയത് ഇത്രയും, രണ്ടാമത്തെ ആൾക്ക് കിട്ടിയ ഇത്രയും ഭാഗമാണ്. രണ്ടാൾ വരെ സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തരാണ്, ഓക്കെയാണ്. പക്ഷെ ഈ രണ്ടാളീ പറമ്പിനെ വേർതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു മതിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഈ മതിൽ ഇങ്ങനെ ഒരു ഒടിഞ്ഞ മതിലാണ്. ഒരു മതിൽ ഒരു ഇതിങ്ങനെ, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു മൂല വെച്ചിട്ട് ഞാൻ ഒരു മതിലാണ് വെച്ചിട്ടുണ്ടോ? എന്തായാലും അപ്പൊ ഇവര് തീരുമാനിക്കുകയാണ് ഈ ഒടിഞ്ഞ മതിലിന് പകരം നേരെ ഒരു മതിൽ വെക്കണം. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മതിൽ വെക്കണം. എന്താണല്ലോ? ആ മതിൽ വെക്കുമ്പോ എന്താ പറയുക? എങ്ങനെയും വെക്കാൻ പാടില്ല. ഇയാൾക്കുള്ള സ്ഥലം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇയാൾക്കുള്ള സ്ഥലം കൂടാനും പറയാനും പാടില്ല. ഇയാൾക്കുള്ള അത്ര തന്നെ സ്ഥലം ഇയാൾക്ക് കിട്ടണം, ഇയാൾക്കുള്ള അത്ര തന്നെ സ്ഥലം ഇയാൾക്ക് കിട്ടുമോ? അതായത് പക്ഷെ എന്താണോ അതിന് വേർതിരിക്കണതിന് ഒരൊറ്റ നേരല്ല ഒരു വര വരച്ചിട്ട് ഒരു മതിൽ വെച്ചിട്ട് വേർതിരിക്കുക. അതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. ശരി, എങ്ങനെയാണ് നമ്മൾ ആ വര വരയ്ക്കുക? രണ്ടിന്റെയും ഈ ഭാഗത്തിനും ഏരിയകൾ അല്ലെങ്കിൽ പരപ്പളവുകൾ തുല്യമാവുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? ഒരു വരയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വരയ്ക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ആ വര എങ്ങനെ വരും നിങ്ങൾ വര നോക്കുക. ആ വര ശ്രദ്ധിക്കാലോ. ഞാൻ ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കാം. ശ്രദ്ധിക്കട്ടോ, അല്ലേ? ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന വര ഞാൻ അങ്ങനെ ഒരു വര വരയ്ക്കണം. ഉണ്ടോ? ഈ ഭാഗം നോക്കാം. ഈ ഭാഗത്തിനെ ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും ഭാഗത്തിനെ രണ്ടാക്കി മാറ്റി ഇങ്ങനെ നേരെ ഒരു വര കൊടുത്തിട്ട് രണ്ട് ഭാഗമാക്കി. എന്നിട്ട് എന്താ വെച്ചാൽ ഇതിന്റെ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇതിന്റെ ഈ ത്രികോണാകൃതി കളി ഈ ഭാഗം ആർക്ക് കൊടുത്തു? മറ്റേ ആൾക്കാണ് കൊടുത്തു. എന്തായാലും ഇങ്ങനെ ഒരു വര വരച്ചു. ഇങ്ങനെ ഒരു വര വരച്ചപ്പോ ഈ ഭാഗത്തുള്ള ആളെ സ്ഥലത്തായി മാറി, രണ്ട് ഭാഗമായിട്ട് മാറി. അതിൽ ഈ ഭാഗം ഇയാൾക്ക് അവിടെ നിലനിർത്തി ഈ ഇത്രയും ഭാഗം ചെയ്തു മറ്റേ ആൾക്കാണ് കൊടുക്കണം. അത് കൊടുത്തിട്ട് അയാളെടുത്തുനിന്ന് ഇതേ പരപ്പളവ് ഇതേ ഏരിയയുടെ വേറെ ഭാഗങ്ങൾ മേടിക്കും ചെയ്യും. മനസ്സിലായാലോ? അതിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് നോക്കിപ്പോഴും ഇപ്പൊ ഈ ഒരു വരയും കൂടി വരച്ചപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ത്രികോണം കിട്ടിയില്ല, ഇങ്ങനെ ത്രികോണം കിട്ടിയില്ല. ഈ ത്രികോണത്തിന്റെ ഇതേ പരപ്പളവുള്ള ഒരു ത്രികോണം വരക്കണം. ഒരു ത്രികോണം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അതേ പരപ്പളവ് ത്രികോണം വരക്കാൻ നമുക്ക് അറിയാമല്ലേ? ഇതാണ് പാതല്ലേ? പാത ആയതുകൊണ്ട് ഇതിന് സമാന്തരമായിട്ട് എന്ത് ചെയ്യാം? സമാന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ത്രികോണത്തിന്റെ മൂന്നാം മൂലയിലൂടെ അവിടെ ഒരു വര വരയ്ക്കണം. വര വരയ്ക്കുക.
ഈ വരയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ആദ്യം ഇപ്പൊ വരച്ച ഈ വരക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ട് ചെയ്യാൻ പാടില്ല. ഇതിന് സമാന്തരമായിട്ട് ഈ ത്രികോണത്തിന്റെ തേർഡ് വെർട്ടെക്സിലൂടെ വരച്ച വരയുണ്ട് കേട്ടോ. ഈ മൂന്നാം മൂലയിലൂടെ വര വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ എവിടെയെങ്കിലും മൂന്നാം മൂല വരുന്ന രൂപത്തിൽ നമുക്ക് വേറെ ത്രികോണം ഉണ്ടാക്കാം. ആ ത്രികോണത്തിനും ഈ ത്രികോണത്തിലും ഒക്കെ പരപ്പളം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ നോക്കി ഞാൻ ഇവിടെ നോക്കാം, ഇവിടെ പോയിന്റ് മാറ്റിയതാണ്. ഈ വരയിൽ ഈ അറ്റത്ത് ഇങ്ങോട്ട് വന്നതാണ് പോയിന്റ്. ആ മൂന്നാം മൂല ഈ വരച്ച വരയിൽ എവിടെ ആയി കഴിഞ്ഞാലും അങ്ങനെ വരയ്ക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവും ഈ ത്രികോണത്തിന്റെ പരപ്പളവും എന്തായിരിക്കും? ഏരിയ എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഇവിടെ മൂന്നാം മൂല വെച്ചാലും ഇവിടെ മൂന്നാം മൂല വെച്ചാലും ഇവിടെ മൂന്നാം മൂല വെച്ചാലും ഒക്കെ എന്തായിരിക്കും? അപ്പൊ കിട്ടുന്ന ത്രികോണത്തിന്റെ പരപ്പളവും ഈ ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമായിരിക്കും. പക്ഷെ ഞാൻ എവിടെയാണ്? ഇവിടെയാണ് മൂന്നാം മൂല വരയ്ക്കുന്നത്. അവിടെ മൂന്നാം മൂല വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് തന്നെ അറിയിക്കാം, ഒരു സൈഡ് ഇങ്ങനെ വരും. നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തതാണ്. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ത്രികോണം കിട്ടിയോ? ഏതാ ത്രികോണം? ഇങ്ങനെ ത്രികോണം കേട്ടോ. ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്ന ത്രികോണം കിട്ടിയോ? കിട്ടി. ഈ ത്രികോണത്തിന്റെ ഇപ്പൊ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് നമ്മൾ ആദ്യം വരച്ചാൽ ചെറുത ഈ കാണുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് തുല്യമാണ്. അപ്പൊ ഇത്രയും ഭാഗം അയാൾക്ക് വിട്ടുകൊടുത്തിട്ട് ഈ അയാളെടുത്ത് എന്ത് ചെയ്തു? ഇങ്ങനെ ഈ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? സ്ഥലം വിട്ടുകൊടുക്കാം. അപ്പൊ വിട്ടുകൊടുത്ത സ്ഥലത്തിന്റെ പരപ്പളവും ഒരു വാങ്ങിയ സ്ഥലത്തിന്റെ പരപ്പളവും എന്താണ്? തുല്യല്ലേ? അപ്പൊ ഈ ഇയാൾക്ക് എന്ത് കിട്ടിയതാ? ഇയാളെ സ്ഥലത്ത് എങ്ങനെയാണ്? ഇങ്ങനെ വന്ന് ഒറ്റ മതിലാണ് ഇതാണ് ആദ്യ സാധനം. ശരിയല്ലേ? ഇങ്ങനെയാണ് ആയിട്ടാണോ? അപ്പൊ നമ്മള് ആ നേരത്തെ വരച്ച ഈ ഒടിഞ്ഞ മതിലിന് പകരം എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഒരു മതിൽ അങ്ങോട്ട് കെട്ടിയാൽ എന്ത് കിട്ടും? ഈ ആദ്യമുള്ള ആൾക്കുള്ള അതേ സ്ഥലം ആദ്യമുള്ള ആൾക്കുണ്ടാവും, രണ്ടാമത്തുള്ള ആൾക്കിന്റെ സ്ഥലം ചെയ്യും, രണ്ടാമത്തെ ആൾക്കും കിട്ടുന്ന രൂപത്തിൽ എന്തായി? ആ ഒടിഞ്ഞ വരയ്ക്ക് പകരം ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു നേർരേഖ ഉപയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് വേർതിരിച്ചു. ഇവിടെ ത്രികോണത്തിന്റെ പരപ്പളവുകളുടെ തുല്യത നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തി. ശരിയല്ലേ? അപ്പൊ ഇതാണ് ഇതിങ്ങനെ ഒരു ഒറ്റ വരയായിട്ട് വരയ്ക്കാനാണ് ആദ്യത്തെ പക്ഷെ അത് നമ്മൾ വരച്ചത്. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ആദ്യത്തെ ആളുടെ ഈ ഭൂമി ഉണ്ട്, ആ ഭൂമിയുടെ പരപ്പളവും കാണണം. ഈ രണ്ടാമത്തെ ആളുടെ ഈ ഭൂമിയുടെ പരപ്പളവും കാണണം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഈ മൊത്തം ഈ രണ്ടാം കൂടി ആകെ ഭൂമി എത്ര ഉണ്ടാവും? ഈ ചതുരത്തിന് മൊത്തം പരപ്പളം ഭൂമി അല്ലട്ടോ ശരിക്കും മനസ്സിലാൻ വേണ്ടി പറഞ്ഞോളൂ. ഇതിന്റെ ആകെ പരപ്പളവ് എത്ര ഉണ്ടാവും? ആ പരപ്പളവ് ഇത് ചതുരാണ്. നീളം ഇൻറ്റു വീതി. നീളം എത്രയാണ്? ഇവിടെ വരെ 2, ഇവിടെ അങ്ങോട്ട് 3, 2 3 ഉണ്ടാവും 5. വീതി എത്രയാണ്? 3. അതായത് ആകെ പരപ്പളവ് ടോട്ടൽ ഏരിയ എത്ര ഉണ്ടാവും? 5 × 3 എത്ര ഉണ്ടാവും? 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഈ രണ്ടിന്റെയും കൂടി ആകെ ഏരിയ. ശരിയല്ലേ? ശരിയാണ്. എങ്ങനെ കിട്ടി നമുക്ക്? നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാം. ഇനി നമ്മള് ഈ ആദ്യത്തെ ആണ് ഈ ആളെ മാത്രം സ്ഥലം. നമ്മളിപ്പോ ഈ ഒടിഞ്ഞ മരം മാറ്റിട്ടോ. ആദ്യത്തെ ആളെ സ്ഥലം അങ്ങനെയല്ലേ വരുന്നത്? ഇങ്ങനെ ആണ് ആദ്യം വരുന്നത് കേട്ടോ. അതിന് ഞാൻ എന്താക്കിയത്? അങ്ങനെ 2 ഭാഗങ്ങളാക്കി. ഇവിടെ ഇതൊരു ഭാഗം, ഈ താഴത്തിലാണ് ഒരു ഭാഗം കേട്ടോ. ഈ ഭാഗത്തിന്റെ പരപ്പളവും ഈ ഭാഗത്തിന്റെ പരപ്പളവും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യത്തെ ആൾ മൊത്തം സ്ഥലത്തിന്റെ ആ ഭാഗത്തിന്റെ പരപ്പളം കിട്ടും. അപ്പൊ അതിന് വേണ്ടി ഇവിടെ നോക്കാം. ഈ ഷേപ്പ് എന്താ നോക്കാം? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സാധനം അങ്ങനെ ഷേപ്പ്. ഇത് നമ്മൾ എന്താ പറയുക? ഇങ്ങനെ ഷേപ്പിൽ നമ്മൾ എന്താ പറയാ? ഇതും സമാന്തരമാണ്. ഒരു ജോഡി എതിർവശം, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, സമാന്തരമായിട്ടുള്ള ഈ സാധനം എന്താ പറയാ? ഇതിനാണ് ലംബകം അല്ലെങ്കിൽ എന്താ പറയാ? ട്രപ്പീസിയം എന്ന് പറയാ. ശരിയല്ലേ? അപ്പൊ നോക്കൂ, ഈ നീളം ഇവിടെ ക്വസ്റ്റ്യൻ ഇത് 3 ആണ്. ഇവിടുന്ന് കിട്ടുന്ന നീളം എത്രയാണ്? 1. ഈ സമാന്തര വശങ്ങളുടെ നീളം 3 1. ഈ ഉയരത്തെ ഉണ്ടാവും. അവിടെ നോക്കാം. ഇത്രയും ഉയരം 2, ഇത് 2 ആണ്. ഈ ആകെ വീതി എത്രയാണ്? 3 ആണ്. അപ്പൊ ഇത് എത്ര ഉണ്ടാവും? ഇത് 1 സെന്റിമീറ്റർ ഉണ്ടാവും, 1 സെന്റിമീറ്റർ ഉണ്ടാവും. എങ്ങനെയാണ് ഇങ്ങനെ സാന്ദ്ര പരപ്പളവ് കാണാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രപ്പീസിയത്തിന്റെ അല്ലെങ്കിൽ സാമാന്തരിക ലംബകത്തിന്റെ പരപ്പളവ് കാണാൻ സൂത്രവാക്യം എന്താണ്? ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബി ആണ് എന്ത്? ലംബകത്തിന്റെ അല്ലെങ്കിൽ ട്രപ്പീസിയത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം. എന്താണ് ഈ എ എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര വശത്തിന്റെ നീളമാണ് 3. ബി എന്താ? ഇതിനെതിരെ കാണുന്ന ഈ സമാന്തര വശത്തിന്റെ നീളമാണ് ബി. എന്താണ് ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഈ 2 സമാന്തര വശങ്ങൾ തമ്മിൽ എത്ര ഉണ്ടാവും? അകലം. ഇതാണ് എച്ച്. ഇതാണ് എ വര, ഇതാണ് ബി വര. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എച്ച്. എത്ര? എച്ച് 1 സെന്റിമീറ്റർ. അപ്പൊ 1 ഇൻറ്റു ബ്രാക്കറ്റ് എ പ്ലസ് ബി. എത്ര? 3 അല്ലേ? 3 + 1 കേട്ടോ. എത്ര ഉണ്ടാവും നോക്കാം? 3 ഒന്നും കൂട്ടി എത്ര? 4 അല്ലേ? 4 ഇൻറ്റു 1 ഇൻറ്റു 1/2. ഒരു 4 4ന്റെ പകുതി. 4ന്റെ പകുതി എത്ര? 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്തിന്റെ പരപ്പളവ്? ഇത്രയും ഭാഗത്തിന്റെ മാത്രം പരപ്പളവ്. ശരിയല്ലേ? ഞങ്ങൾക്ക് വേറൊരു ഭാഗം കൂടി എത്രയും ഭാഗമില്ലേ? ആ ഭാഗം വരച്ചു നോക്കുമ്പോൾ ആ ഭാഗം എങ്ങനെ വരും? ഇങ്ങനെ ഒരു ഷേപ്പാണ്. അങ്ങനെ ഷേപ്പാണ്.
ഇങ്ങനെ ഷേപ്പ് ആണ് കേട്ടോ. ഇവിടെ ഈ കാണുന്ന ഭാഗം ശരിയല്ലേ, അങ്ങനെയുള്ള ഭാഗം. ഈ ഷേപ്പിന്റെ ഈ നീളം എത്ര വരിക? ഈ നീളം എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ അവിടെ 3 വരും. താഴത്ത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ട്, ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്ര ഉണ്ട്? അത് 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ട് ശരിയല്ലേ. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇല്ല, ഇതാണ് നമ്മുടെ ഷേപ്പ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് വര വരുന്നത്. ഇത്രയും ഭാഗമാണ് വരാം. അങ്ങനെ ഇവിടെ വരെ 2 ആണ്. ഇത് 2 വരും, ഈ മുകളിൽ എത്ര 3 വരും. ഇനി ഈ ഹൈറ്റ് എത്ര ഉണ്ടാവും? ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആറുള്ളത് 3 ആണ്. ഇത് 1 പോയത് എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. അപ്പൊ എന്താണ് ഇതിന്റെ പരപ്പളവ് വരെ നോക്കാം. ഇതിന്റെ പരപ്പളവ് എങ്ങനെ കാണാം? ഇത് A1 ആയിക്കോട്ടെ, ഇതിന്റെ പരപ്പളവ് A2 ആയിക്കോട്ടെ. A2 is equal to half into h into a plus b. ശരിയല്ലേ? that is equal to half into h എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഇത്രയുണ്ട്. എത്രയുണ്ട്? താങ്കളത് 2 ആണ് അല്ലെ. അപ്പൊ 2 into a plus b. a എന്ന് പറഞ്ഞാൽ ഈ നീളം എത്ര? 2 പ്ലസ് ഈ നീളം എത്രയാണ്? ഈ നീളം 3. 2 പ്ലസ് 3 നോക്കാം. നമുക്ക് 2 3 കൂട്ടി കഴിഞ്ഞാൽ 5. 5 ഇൻറ്റു 2 എത്ര വരും? 10. 10 ഇൻറ്റു 1 വരുന്നുണ്ട്. 10ന്റെ അര എത്രയാണ്? 5 സെന്റിമീറ്റർ സ്ക്വയർ. എന്താ സംഭവം? ഇതാണ് ഇയാളെ ഭൂമിയെ 2 കഷ്ണങ്ങളാക്കിയപ്പോ ആദ്യത്തെ കഷ്ണത്തിന്റെ നീളം, ആദ്യത്തെ കഷ്ണത്തിന്റെ പരപ്പളവ് 2 ആക്കി, രണ്ടാമത്തെ കഷ്ണത്തിന്റെ പരപ്പളവ് 5 ആക്കി. അപ്പോ ഈ ഇങ്ങനെ കാണുന്ന ഈ ഷേപ്പിൽ കാണുന്ന ഇതിന്റെ ആകെ പരപ്പളവ് എത്ര വരിക? A1 പ്ലസ് A2 is equal to എത്ര വരും? 5ഉം 2 കൂടി കൂട്ടിയില്ലേ. അപ്പൊ 2 പ്ലസ് 5 എത്ര ഉണ്ടാവും? 7 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ പരപ്പളവ്. ഈ ആദ്യ ഭാഗത്തിന്റെ പരപ്പളവ്. ആകെ പരപ്പളവ് എത്രയും കിട്ടി? 15 ആണല്ലോ. ആകെ പരപ്പളവ് 15 ആണ് കേട്ടോ. ആകെ പരപ്പളവ് എങ്ങനെ കിട്ടി? ഈ ചതുരത്തിന്റെ ആകെ പരപ്പളവ് ഇതിന്റെ നീളം ഇൻറ്റു വീതിയാണ്. നീളം ഇൻറ്റു വീതി 5 ഇൻറ്റു 3 15. അതിൽ ഈ ഭാഗത്തിന് മാത്രം പരപ്പളവ് എത്ര ഉണ്ടാവും? 7. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഭാഗത്തിന്റെ പരപ്പളവ് എത്ര ഉണ്ടാവും? അത് ആകെയുള്ള പരപ്പളവായ 15 എന്ത് ചെയ്താൽ മതി? ആദ്യം കാണുന്ന പരപ്പളവ് കുറച്ചാൽ മതി അല്ലേ. 15 7 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരിക രണ്ടാമത്തെ ഭാഗത്തിന്റെ പരപ്പളവ് വരിക. കാരണം മനസ്സിലാവുണ്ടോ? ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിയെടുക്കണം. ഇതുപോലെ തന്നെ ആൻസർ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യേണ്ട രീതി ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാക്കി എന്ത് ചെയ്യുക? എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു വര നിങ്ങളോട് വരക്കാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്യണം? ബുക്കിൽ ഈ ഫിഗർ കറക്റ്റ് ആയിട്ട് വരച്ചിട്ട് അതേ അളവിൽ വരച്ചിട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള വര വരക്കാം. ആ വര എങ്ങനെ വരച്ചെന്നുണ്ടല്ലോ ഇതൊക്കെ കാണാം. ഓക്കെ. രണ്ടാമത് ഇതിന്റെയും ഈ ഭാഗത്തിന് പരപ്പളവാണ് ചോദിച്ചത്. അതിന് ഇവിടെ ആകെയുള്ള പരപ്പളവ് ആദ്യം കണ്ടുപിടിച്ചു. അത് 15 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ടോട്ടൽ. ഈ ഭാഗത്തിന്റെ പരപ്പളവാണ്. ഇതിന് 2 ലംബകങ്ങളാക്കി മാറ്റി, 2 ട്രപ്പീസിയംസ് ആക്കി മാറ്റി. ആദ്യത്തെ ട്രപ്പീസിയതാണ്, ലംബകതാണ്. അതിന്റെ പരപ്പളവ് എത്ര ഉണ്ട്? അത് 2 ആണ്. രണ്ടാമത്തെ ട്രപ്പീസിയം ഇതാണ്. ഇതിന്റെ പരപ്പളവ് എത്ര ഉണ്ട്? 5 ആണ്. 2ഉം 5ഉം കൂട്ടി തന്നെ 7 ആണ്. എന്ത് വരിക? ഈ ഭാഗത്തിന് മാത്രം പരപ്പളവ്. ആകെയുള്ളത് 15 ആയതുകൊണ്ട് 15 7 പോയി കഴിഞ്ഞാൽ ബാക്കി 8 ഉണ്ടാവും. 8 ആണ് വരിക ഇത്രയും ഭാഗത്തിന്റെ പരപ്പളവ് വരിക. ഓക്കെ അല്ലേ? ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി നമുക്ക് ഇതിൽ 1-2 കാര്യങ്ങൾ വരയ്ക്കാനുള്ളതും കൂടി ഉണ്ട്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കുറച്ച് തോനെയായി. ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്തിട്ട് ഈ ക്വസ്റ്റിന്റെ ആൻസറുകൾ നല്ലപോലെ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.